നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് വർഷം പഴക്കം ചെന്ന വളരെ പേരുകേട്ട ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്നതാണ് ഈ അണക്കെട്ട്. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാൻ സാധ്യതയുള്ള അണക്കെട്ടാണിതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 30 ലക്ഷം ജനങ്ങൾ മരണപ്പെടാൻ സാധ്യത ഉള്ള ഒരു ദുരന്തം തന്നെയായിരിക്കും. കാരണം അത്രത്തോളം ജലമാണ് അണക്കെട്ടിലുള്ളത് എന്നത് എല്ലാവർക്കും അറിയാം. ഇത് തകർന്നാലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ കേരള സംസ്ഥാനത്താണ്. 100 വർഷത്തിലേറെയായി അണക്കെട്ട് കേരളത്തിനും അയൽ സംസ്ഥാനമായ തമിഴ്നാടിനും സുപ്രധാനമായ ഊർജവും ജലസേചനവും നൽകിയിട്ടുണ്ട്. എന്നാൽ 54 മീറ്റർ ഉയരമുള്ള ഈ അണക്കെട്ടിന് അതിൻ്റെ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും നിലവിലെ മാനദണ്ഡങ്ങൾ ആവശ്യപ്പെടുന്ന അത്ര നൂതനമല്ല. കൂടാതെ ഈ പ്രദേശം ഭൂകമ്പത്തിന് സാധ്യതയുള്ള മേഖലയാണ്. 1979-ലും 2011-ലും ഉണ്ടായ ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഘടനാപരമായ വിള്ളലുകൾ ഉണ്ടാക്കി. എന്നാൽ ഇനിയൊരു ഭൂകമ്പത്തെ ചെറുക്കാനുള്ള ബലം അണക്കെട്ടിനുണ്ടോ എന്നുള്ള കാര്യം സംശയമുളവാക്കുന്ന കാര്യമാണ്. ഇനി അഥവാ അണക്കെട്ട് പൊട്ടിയാൽ തന്നെ കേരളത്തിൻ്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ട്. അത് ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ആയതിനാൽ അണക്കെട്ട് പുതുക്കി പണിയേണ്ട ആവശ്യകത എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ശക്തമായ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകും. കാരണം അത്രത്തോളം വലിയ ജലസംഭരണിയാണിത്. ഈ അണക്കെട്ടിൻ്റെ അളവ് 443 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. കൂടാതെ മഴക്കാലമാകുമ്പോൾ അത് നിറയുന്നു. അണക്കെട്ട് പൊട്ടിയാൽ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ എല്ലാം തന്നെ നാമാവശേഷമാകും. മുല്ലപ്പെരിയാർ വെള്ളപ്പൊക്കത്തെ ചെറുക്കാൻ ഇടുക്കി അണക്കെട്ടിന് കഴിയുമെങ്കിലും മുല്ലപ്പെരിയാറിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന അത്രയും ജലം താങ്ങാനുള്ള ശേഷി എന്തായാലും ഇടുക്കി അണക്കെട്ടിന് കാണില്ല എന്ന് മാത്രമല്ല, ഇടുക്കി അണക്കെട്ട് പൂർണ്ണമായി തകരുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായാൽ 3.5 ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവിതത്തെ അത് നേരിട്ട് ബാധിക്കും. വെള്ളപ്പൊക്കം മാത്രമല്ല തകർന്നാൽ ഉണ്ടാകുന്നത്, എല്ലായിടവും ചെളികൾ കൊണ്ട് നിറയും. ചുറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം കാരണം രോഗങ്ങൾ ഉണ്ടാകും. കാരണം പലതര ലോഹങ്ങളും രാസവസ്തുക്കളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞതാകും ജലം. ആയതിനാൽ തന്നെ അണക്കെട്ടിൻ്റെ പുനർനിർമ്മാണം അനിവാര്യമായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോടികൾ ചിലവ് വരുന്ന പദ്ധതിയാണെങ്കിലും ജനങ്ങളുടെ സുരക്ഷിതത്വം പ്രമാണിച്ച് വേണ്ട രീതിയിൽ അണക്കെട്ട് പരിശോധിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ആയതിനാൽ ഈ കാര്യം വേണ്ടപ്പെട്ട അധികാരികളിൽ എത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. UN യൂണിവേഴ്സിറ്റിയുടെ വാട്ടർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു. ഇത് സാധിക്കാതിരുന്നാൽ ഒഴിവാക്കാമായിരുന്ന മറ്റൊരു ദുരന്തത്തിന് ലോകം മുഴുവൻ സാക്ഷിയാകും. ഇനി ലോകത്ത് എക്കാലത്തുമുണ്ടായ മോശമായ 5 അണക്കെട്ട് ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്പർ 1, ബാങ്കിയാവോ ഡാം പരാജയം. ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഡാം ദുരന്തമായാണ് ബാൻകിയാവോ അണക്കെട്ട് തകരുന്നത്. കനത്ത മഴയിൽ അണക്കെട്ട് തകരുകയും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഏകദേശം 1,71,000 പേർ മരണമടയുകയും ദശലക്ഷം ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. നമ്പർ 2, ടെറ്റോൺ ഡാം ഫെയിലിയർ. ഐഡഹോയിലെ ടെറ്റോൺ അണക്കെട്ട് പൂർത്തിയായി 2 വർഷത്തിന് ശേഷം പരാജയപ്പെട്ടു. ഡിസൈൻ പിഴവും കനത്ത മഴയും അണക്കെട്ട് തകരാൻ കാരണമായി. വൻതോതിൽ വെള്ളം താഴേക്കൊഴുകി. ഇത് നിരവധി പേർ മരിക്കുന്നതിന് കാരണമുണ്ടായി. വെള്ളപ്പൊക്കം വ്യാപകമായ സ്വത്ത് നാശനഷ്ടവും ഉണ്ടാക്കി. നമ്പർ 3, സെൻറ്റ് ഫ്രാൻസിസ് ഡാം പരാജയം. 1928. കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ഫ്രാൻസിസ് അണക്കെട്ട് രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമുണ്ടായ പിഴവുകൾ കാരണം തകർന്നു. ഇതിൻ്റെ ഫലമായി 400-ലധികം ആൾക്കാർ മരിക്കുകയുമുണ്ടായി. നമ്പർ 4, വജോന്ത് ഡാം ദുരന്തം, ഇറ്റലി. 1963. നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഭൂമിശാസ്ത്രപരമായ അസ്ഥിരതയും മൂലമുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ വജോന്ത് അണക്കെട്ടിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഏകദേശം 2000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നമ്പർ 5, മച്ചു ഡാം പരാജയം, ഇന്ത്യ. 1979. തെറ്റായ രൂപകൽപ്പനയും കാരണം ഇന്ത്യയിലെ ഗുജറാത്തിലെ മച്ചു അണക്കെട്ട് പൊട്ടിത്തെറിച്ചു. അത് ഒരു മഹാപ്രളയത്തിലാണ് കലാശിച്ചത്. അതിരൂക്ഷമായ ഒഴുക്ക് ഗ്രാമങ്ങളെ നശിപ്പിച്ചു. ഏതാണ്ട് 2000-ലധികം ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു. എന്നാൽ മുകളിൽ പറഞ്ഞ പോലത്തെ തകർച്ചയായിരിക്കില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ. കാരണം അത്രത്തോളം വെള്ളം അണക്കെട്ടിലുണ്ട്. ഏകദേശം 5ഓളം ഗ്രാമങ്ങളെയും തകർത്ത് 30 ലക്ഷത്തിൽ പരം ജനങ്ങളുടെയും ജീവന് ഭീഷണിയാകുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തമായിരിക്കും ഇത്. ആയതിനാൽ തന്നെ ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ചുമതലയുള്ളവർ അത് ചെയ്യണം എന്നതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം.